ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയും. നീളം കൂടിയ പിൻകാലുകൾ ഉപയോഗിച്ച് കങ്കാരുവിനെ പോലെ ചാടിച്ചാടി സഞ്ചരിക്കുന്നു. കവിൾ ഭാഗത്തുള്ള സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ചു വെക്കുന്നു. വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയുമുള്ള ജലനനഷ്ടം വളരെ കുറവാണ്. മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് ഇലകളില്ലാത്തതോ ചെറിയ ഇലകളോ ആണുള്ളത്. പച്ച നിറമുള്ള തണ്ടുകൾ കട്ടിയുള്ളതിനാൽ ജലം തണ്ടുകൾക്ക് മെഴുകു പോലെയുള്ള ഒരു ആവരണമുണ്ട്. ആഴത്തിൽ പോകാൻ കഴിയുന്ന വേരുകൾ ഉള്ളിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കും. മൂക്കുകൾ ഇഷ്ടാനുസരണം അടക്കാനും തുറക്കാനും കഴിയും. നീണ്ടതും ബലമുള്ളതുമായ കാലുകൾ മുതുകിലെ കൊഴുപ്പ് വെള്ളം കുടിക്കാതെ ദിവസങ്ങളോളം വെള്ളമില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ അനുകൂലങ്ങൾ പറയാം. ചിറകുകൾ തുഴകാളായി ഉപയോഗിക്കുന്നു. ത്വക്കിനടിയിലെ കൊഴുപ്പ് തണുപ്പിനെ പ്രതിരോധിക്കുന്നു. ഇരപിടിക്കാൻ സഹായിക്കുന്ന കൊക്ക്. ഞങ്ങളുടെ അനുകൂലനങ്ങൾ പറയാം. ചർമ്മബന്ധിതമായ കാലുകൾ, വഴുവഴുപ്പുള്ള ശരീരം, കരയിൽ നിന്നും വെള്ളത്തിൽ നിന്നും ശ്വസിക്കാൻ കഴിയും. നീളമേറിയ കാലുകൾ, നീളം കൂടിയ നന്നായി വഴങ്ങുന്ന കഴുത്ത്, നീണ്ട കൂർത്ത കൊക്ക്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വലിയ ഇലകൾ, മെഴുകുപോലെയുള്ള വസ്തുകൊണ്ടുള്ള ആവരണം, നീണ്ടതും പൊള്ളയായതുമായ തണ്ടുകൾ, എണ്ണമയമുള്ള തൂവലുകൾ, വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്ന പരന്ന അരിപ്പ പോലുള്ള കൊക്കുകൾ, വെണ്ടറ്റവും കൂർത്ത ശരീരാകൃതി, ചിറകുകളും വാലുകളും ഉപയോഗിച്ച് നീന്തുന്നു. വെള്ളത്തിൽ നിന്നും ചെകിളപ്പൂക്കളിലൂടെ ശ്വസിക്കാൻ കഴിയും. വഴുക്കലുള്ള ശരീരം. ഞങ്ങളുടെ അനുകൂലങ്ങൾ പറയാം. 1 ശക്തമായ കൊക്ക്, 2 വലിയ ചിറകുകൾ. ഞങ്ങളുടെ അനുകൂലങ്ങൾ പറയാം. കട്ടിയുള്ള പുറംതോട്. ഞങ്ങൾ വെള്ളം കുടിക്കുന്നത് മൂക്കിലൂടെയാണ്. പല്ലുകൾക്ക് പകരം ശക്തിയേറിയ ചുണ്ടുകളുണ്ട്. ഞങ്ങളുടെ അനുകൂലങ്ങൾ പറയാം. ബലമേറിയ മൂർച്ചയുള്ള കൊക്ക്, മരത്തിൽ പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന നഖങ്ങളോട് കൂടിയ കാല്. എല്ലാവരും ലേൺ വിത്ത് അസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല കണ്ടന്റുകൾ ഇനിയും നൽകണമെന്ന് കരുതുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ.